കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിനും പുല്ലൂരാമ്പാറയ്ക്കും അടുത്തായാണ് നാരങ്ങാത്തോട് എന്ന മലയോര ഗ്രാമം. പ്രശസ്തമായ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിനടുത്ത് മലകളും കാടുകളും ചോലകളും ഒക്കെയായിട്ട് പ്രകൃതി ആവോളം കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലമാണിത്. ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാട്ടർ തീം പാർക്കുകൾ പോലും തോറ്റുപോകുന്ന മായിക അനുഭവമാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള പ്രവേശനം തീർച്ചും സൗജന്യവുമാണ്. മനോഹരമായ കാടിനും കൊക്കോ തോട്ടങ്ങൾക്കുമിടയിൽ പാറക്കെട്ടുകളിൽ നിന്നും പാൽനുര പോലെ തുള്ളിച്ചിതറി വരുന്ന വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിൽ ഒരു മഴ പെയ്ത പ്രതീതിയാണ് വരുന്നത്. നീലയും പച്ചയും കലർന്ന വെള്ളത്തിൽ ധാരാളം മത്സ്യങ്ങളെയും കാണാനാകും. വെള്ളരിമലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഈ വെള്ളം വല്ലാത്തൊരു തണുപ്പ് തന്നെയാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. പുല്ലൂരാമ്പാറയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെ മാറിയുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് നാരങ്ങാത്തോട്. അധികമാരും അറിയാതെ ഈ ഗ്രാമത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അങ്ങോട്ടേക്കാണ് ഈ യാത്ര. നമ്മൾ ഈ കാണുന്ന ഈ കുഞ്ഞു കവലയിലെ ഈ ദേവാലയം കഴിഞ്ഞു കാണുന്ന വലതുഭാഗത്തുള്ള ഇടുങ്ങിയ റോഡിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് നാരങ്ങാത്തോട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. ഒരല്പം പൊളിഞ്ഞു തുടങ്ങിയ ഈ വഴിയിലൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇങ്ങോട്ട് പോകുന്ന വഴി മരങ്ങളാൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് നല്ല വെയിലത്തും നമുക്ക് ഇങ്ങോട്ട് വളരെ കൂളായിട്ട് വരാൻ പറ്റും. ഏകദേശം 500 മീറ്ററോളം കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 2 സൈൻ ബോർഡുകൾ ഇവിടെ കാണാനാവും. നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിന് പതങ്കയം എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഇവിടെ ഇറങ്ങുന്നത് ശിക്ഷാർഹമാണ്. ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖലയായതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനാകും. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മൂഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇവിടെ ഈ മൺസൂൺ കാലത്ത് ഇവിടെ ഇറങ്ങുന്നത് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഒരുപാടധികം അപകടങ്ങളും മരണങ്ങളൊക്കെ നടന്നൊരു ഏരിയയാണിത്. അതുകൊണ്ട് തന്നെ മൺസൂൺ സമയത്ത് നമ്മൾ ഒരിക്കലും ഈ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പാടില്ലാത്തതാണ്. നല്ല തണുത്ത വെള്ളവും കുത്തനെ ഒഴുകി ചാടി വരുന്ന വെള്ളച്ചാട്ടമൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രധാന പ്രത്യേകത. ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ വെള്ളരിമലയിൽ നിന്നാണ്.
ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഓരോ ഏരിയയിലും വ്യത്യസ്തമായ നിറത്തിലാണ് ഇവിടെ വെള്ളം കാണുന്നത്. പച്ചയും നീലയും ഒക്കെ കലർന്ന വെള്ളമാണ് ഇവിടെ ഉള്ളത്. ശരിക്കും മൺസൂൺ സമയം ഒഴിച്ച് നിർത്തിയാൽ നമുക്കിവിടെ നല്ല രീതിയിൽ കുളിക്കാൻ പറ്റും. നമ്മുടെ വേനൽക്കാലത്തൊക്കെ വന്ന ഇവിടെ നല്ല തണുപ്പ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ സ്ഥലത്ത് ഒരുപാട് മുങ്ങിമരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതലും ഇവിടെ ഒരു സൈൻ ബോർഡൊന്നും ഇല്ലാത്ത കാരണമാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. നല്ല മഴയുള്ള സമയങ്ങളിൽ നാട്ടുകാർ ഇങ്ങോട്ടേക്ക് ആളുകളെ കടത്തി വിടാറില്ല. കാരണം ഒരുപാട് അപകടങ്ങൾ പേടിച്ചിട്ടാണ് അവർ കടത്തി വിടാത്തത്. പക്ഷേ ഇവരൊക്കെ ധിക്കരിച്ചുകൊണ്ട് പല വഴിയിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. നമ്മുടെ ആനക്കാംപോയിൽ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെ ധിക്കരിച്ച് വരുന്നവർ പലരും അപകടത്തിൽ പെടാറുണ്ട്. നമ്മുടെ ശരീരം നമ്മൾ തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഒരിക്കലും ഈ വെള്ളത്തിൽ ഈ മഴക്കാലങ്ങളിൽ ചാടാൻ പോകരുത്. നല്ല വേനലുള്ള സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ വന്നാൽ ചാടാൻ പറ്റും. നല്ല രീതിയിൽ കുളിക്കാനും പറ്റും. നല്ല തണുത്ത വെള്ളമാണ് ഇവിടെ എപ്പോഴും ഉണ്ടാവാറുള്ളത്. പിന്നെ ഇവിടെ ചാടി വരുന്ന വെള്ളം കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഈ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടാൻ പറ്റും. അത് കാരണമാണ് പലർക്കും അപകടം ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നമുക്ക് ചാടുന്നൊക്കെ കാണാൻ പറ്റും. അത് മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ വന്നാൽ ഈ പാറപ്പുറത്ത് കിടന്ന് ഈ വെള്ളം ചാടുന്ന ശബ്ദമൊക്കെ കേട്ട് കിടക്കാന്ന് വെച്ചാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. പല സമയത്തും ഇവിടെ ഒരുപാട് തരം പക്ഷികളുടെ സൗണ്ട് നമുക്കിവിടെ കേൾക്കാൻ പറ്റും. അതുപോലെ നല്ല കോടമഞ്ഞ് ഉണ്ടാവാറുണ്ട്, നല്ല മഴ ഉണ്ടാവാറുണ്ട്, നല്ല തണുപ്പ് ഉണ്ടാവാറുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണിത്. ഇവിടുത്തെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടും അനുഭവിച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ സിമ്പിളായിട്ട് വരാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീയോ അങ്ങനത്തെ റെസ്ട്രിക്ഷനോ ഒന്നും ഇവിടെ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഏറ്റവും സൂക്ഷിച്ച് വരാൻ ശ്രമിക്കുക. ഇങ്ങോട്ടേക്ക് വരാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗം നമ്മുടെ കോഴിക്കോട് മുക്കം തിരുവമ്പാടി വന്ന് പുല്ലൂരാമ്പാറ എന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ വന്നാൽ നമുക്ക് ഈ നാരങ്ങാത്തോടിലേക്ക് വരാൻ പറ്റും. അതുപോലെ മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് നേരെ തോട്ടുമുക്കം വന്ന് പുല്ലൂരാമ്പാറ വന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ഈ പുല്ലൂരമ്പാറ ഏരിയയിൽ ഒരുപാട് നല്ല സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങളാണ് നമ്മുടെ പൂവാറന്തോട്, ഉറുമി ഡാം, അതുപോലെ അരിപ്പാറ വെള്ളച്ചാട്ടം, ഈ നാരങ്ങാത്തോട് വെള്ളച്ചാട്ടം, തുഷാരഗിരി, അങ്ങനെ ഒരുപാടധികം കക്കാടംപോയിലും ഇവിടെ തൊട്ടടുത്താണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒറ്റ സ്ഥലത്ത് വന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ അരിപ്പാറയുടെ വിശേഷം. നമുക്കിനി അടുത്തൊരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.